യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. നമുക്കാവശ്യമുള്ളതും അല്ലാത്തതുമായ, നിത്യേനയെന്നോണം നമ്മൾ അനുഭവിക്കുന്നതും അല്ലാത്തതുമായ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഇന്ന അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് കൃത്യമായി പറയാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. എന്നാൽ ആ കൂട്ടത്തിൽ വളരെ വിലപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ആരോഗ്യം അത് നഷ്ടപ്പെടണം, ആരോഗ്യത്തിൻ്റെ വിലയറിയണമെങ്കിൽ എന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാ നമസ്കാരത്തിലും രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ പോലും ആരോഗ്യം നിലനിർത്താൻ അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരനുഗ്രഹമാണ് ഒഴിവ് സമയം എന്നുള്ളത്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അവധി എന്ന് കേൾക്കുമ്പോൾ ഒഴിവ് സമയം, നാളെ ലീവാണ്, അല്ലെങ്കിൽ 2 ദിവസം ലീവാണ്, അല്ലെങ്കിൽ ആ പെരുന്നാൾ വരുന്നു, ഇത്ര ദിവസം ലീവാണ് എന്നൊക്കെ അറിയുമ്പോൾ ഒന്ന് ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഒഴിഞ്ഞിരിക്കാൻ വലിയ പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ലീവിനെ കാണുന്ന ആളുകളുണ്ട്. സന്തോഷത്തോടുകൂടെ ലീവിനെ കാണുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ ലീവ്, ഒഴിവ് സമയം എന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹം കൃത്യമായി പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രത്യേകമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലപ്പോഴായി കേട്ട് പരിചയിച്ചിട്ടുള്ള ഹദീസുകളാണ്. അധികം ആളുകളും അശ്രദ്ധമാകുന്ന, അവഗണിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഒന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഈ ഒരു വിഷയത്തിന്റെ ആമുഖത്തിൽ ഇത് സൂചിപ്പിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. സ്കൂൾ വെക്കേഷൻ അടുത്തു വരികയാണ്. പലരും നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്, അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളും സ്കൂൾ വെക്കേഷൻ സമയത്താണ് നാട്ടിലേക്ക് പോവാറുള്ളത്. അതല്ലാത്ത സമയത്തും വെക്കേഷനായി നാട്ടിലേക്കൊക്കെ പോകുന്നവരുണ്ട്. അതേത് സമയത്തായാലും ഒരു ദീർഘയാത്രക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണ പലതും നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്. എങ്കിലും ആ കാര്യങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ, ഈ ഒരു വെക്കേഷൻ തൊട്ടടുത്ത് മുന്നിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പലരും നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെക്കുറിച്ച് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അസ്സഫറു ഖിത്അത്തു മിനൽ അസാബ്. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ അത് ശിക്ഷയുടെ ഒരു ഭാഗമാണ്, പ്രയാസത്തിന്റെ ഒരു ഭാഗമാണ്. യംനഉ അഹദകും നൗമഹു വതആമഹു വശറാബഹു. ആ യാത്രയിൽ നിങ്ങളുടെ ഉറക്കം,
നിങ്ങളുടെ ഭക്ഷണം, നിങ്ങൾക്ക് വെള്ളം, ഇതൊന്നും ഒരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ എത്ര നല്ല രൂപത്തിൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുന്ന ഫ്ലൈറ്റ് ആയാലും ഒരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഉറക്കം വേണ്ടതുപോലെ നടന്നുകൊള്ളണമെന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ഖലാ അഹദുക്കും നഹ്മതഹു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയാലാണ് ലഭിക്കുക. ഇതൊക്കെ എത്രയും വേഗം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ എന്തിനാണ് ഈ ഒരു ഹദീസ് പറഞ്ഞതെന്നറിയോ? പലപ്പോഴും നമ്മുടെയൊക്കെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് യാത്രകൾ എന്ന് പറഞ്ഞാൽ. എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ട്രാഫിക് വരുമ്പോൾ അതിനൊക്കെ നേരത്തെ മുൻകൂട്ടി കാണണം. പക്ഷെ ചിലപ്പോ യാത്രയുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ശാപവാക്കുകൾ പറയാറുണ്ട്. പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്, ശാപവാക്കുകൾ പറയുന്നവർ, ആവശ്യമില്ലാത്ത രൂപത്തിൽ പ്രതികരിക്കുന്നവർ, ക്ഷമ നഷ്ടപ്പെട്ട് ആ രൂപത്തിൽ എന്തൊക്കെയോ പറയുകയും പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ കാണാറുണ്ട്. ഇവിടെയാണ് ഒന്നാമതായി യാത്രയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരുങ്ങണം, അത് വേറെ വിഷയം. പക്ഷേ യാത്ര എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാകും. എത്ര ചെറിയ യാത്രയാവട്ടെ വലിയ യാത്രയാവട്ടെ, ആ യാത്രക്ക് അതിൻ്റെതായ പ്രയാസമുണ്ട് എന്നർത്ഥം. അത് നേരത്തെ മുൻകൂട്ടി കണ്ട് ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണോ നേരത്തെ ചെയ്യേണ്ടത്, അത്ര ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്യുകയും ഒരുങ്ങുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരുക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ പോകേണ്ട ഏകദേശം ഡേറ്റ് നേരത്തെ മുന്നിൽ കണ്ട് എത്രയോ പ്രാവശ്യം ടിക്കറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടാകും. അതിന്റെ റേറ്റ് കുറയുന്നതും, ഏത് എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് കുറവുള്ളത്, ഏത് ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് കുറവുള്ളത്, എപ്പോഴാണ് ഏത് സമയത്ത്, എത്ര പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ടാകും. ഈ പോകുന്നതുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗ് നടത്തുന്നു നേരത്തെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്താറുണ്ട്, അതിന് നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏത് യാത്രയാണെങ്കിലും ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഒരുങ്ങണം, അതിന് തയ്യാറെടുപ്പ് നടത്തണം. പോകാൻ നേരത്ത് ചിലപ്പോൾ ചില അർജന്റ് യാത്രകളൊക്കെ ഉണ്ടാവും, അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു ദീർഘയാത്രയ്ക്ക് വെക്കേഷനൊക്കെ പോകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കഴിയുന്നത്ര എന്തൊക്കെ നേരത്തെ സൂക്ഷിക്കണം, നേരത്തെ ചെയ്തു വെക്കേണ്ടതുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. അതൊരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ യാത്രയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ വാചകം ഇതാണ്, വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ഒരുക്കണം. എന്നിട്ട് പറഞ്ഞു ഏറ്റവും നല്ല യാത്രാ വിഭവം ഏതാണ്? തഖ്വയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 197-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ എന്ന് പറയാൻ കാരണം? സ്വാഭാവികമായും യാത്രയിൽ നമ്മ വഴി തെറ്റിക്കാൻ ഇബ്ലീസ് പല വഴികളും ശ്രമിക്കും, പല രൂപത്തിലും ശ്രമിക്കും. കാരണം പലപ്പോഴും ഒറ്റക്കാണല്ലോ യാത്ര എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. എങ്കിൽ പോലും യാത്രയിൽ നമ്മ വഴി തെറ്റിക്കാൻ, തിന്മയിലേക്ക് കൊണ്ടുപോകാൻ പല സാഹചര്യങ്ങളും പിശാചുണ്ടാക്കിയേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ കാവല് വേണം. ഒരു മുസ്ലിമിന് അള്ളാഹുവിന്റെ കാവല് വേണം, അള്ളാഹുവിന്റെ സംരക്ഷണം വേണം. അതുകൊണ്ടാണ് ഫഇന്ന ഖൈറസ്സാദി തഖ്വ. യാത്രയിലുടനീളം തഖ്വ കൈ മുറുകെ പിടിക്കണം, തഖ്വയുണ്ടാവണം. തഖ്വയില്ലാത്ത ഒരു യാത്രയെക്കുറിച്ച് ഒരു മുസ്ലിം ചിന്തിക്കാനേ പാടില്ല. അപ്പൊ ഏറ്റവും പ്രാധാന്യം ഇതെപ്പോഴാ പറഞ്ഞെന്നറിയോ? സാധാരണ യാത്ര പോകുമ്പോൾ പോലുമല്ല, ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് ഈ വാചകം അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹജ്ജിന് പോകുന്ന ആളുകളോട് പിന്നെ തഖ്വയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഹജ്ജിന് പോകുന്നവരോടും പോലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ യാത്രക്കിടയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് തഖ്വയാണ്. എങ്കിൽ പിന്നെ മറ്റു യാത്രക്കാരെ കുറിച്ച് പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവരെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടത് മറ്റുള്ളവരാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശരി, യാത്ര ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം. ഏത് യാത്രയും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു ദുആ ഉണ്ട് അല്ലേ? എന്താണ് ആ ദുആ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അല്ലാഹുവേ നിന്റെ നാമത്തിലിതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരാൾക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇല്ല, അല്ലാഹുവേ തവക്കൽതു അലല്ലാഹ്, അതൊരു വെറും വാക്കാവരുത്, അത് മനസ്സിൽ നിന്നിട്ട് വരണം. അതെപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ഇന്നിപ്പോ നമ്മൾ ക്ലാസ്സിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി, പള്ളിയിലേക്ക് ഇറങ്ങി, ഓഫീസിലേക്ക് ഇറങ്ങി, അപ്പൊ ഏത് സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്ത് ചെയ്യണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊരു സാധാരണ പ്രാർത്ഥനയല്ല, അതൊരു സാധാരണ പ്രാർത്ഥന, വെറും വർത്താനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥനയെ വിശദീകരിച്ചിട്ട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി, ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫഖാല, അവൻ പറയാണ് ഈ ഒരു പ്രാർത്ഥന, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു പ്രാർത്ഥന ഒരാൾ പറഞ്ഞാൽ യുഖാൽ, അവിടുന്ന് പറയപ്പെടും ഹീന ഇദിൻ ഹുദീത വകുഫീത വഉഖീത്, നിനക്കത് മതി, നിന്റെ യാത്രയിൽ ഈ പ്രാർത്ഥന നിനക്ക് മതി. ഏത് പ്രാർത്ഥന? ബിസ്മില്ലാഹി തവക്കൽതു എന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മതി. അല്ലാഹ് നിന്നെ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു, അല്ലാഹ് നിന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ആരാ വിളിച്ചു പറയണത്? അള്ളാഹുവിന്റെ മാലാഖമാരോ മറ്റോ എന്തെയും ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. യുഖാലു ഹീന ഇദിൻ, ആ സമയത്ത് പറയപ്പെടുകയാണ് നിന്നെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, നിനക്ക് എല്ലാവിധ പ്രൊട്ടക്ഷൻ, എല്ലാവിധ സംരക്ഷണം പടച്ച റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെന്താ നിനക്ക് പ്രശ്നം? നിന്നെ വഴിതെറ്റിക്കാൻ ഒരു പക്ഷേ വഴിയുടെ പല ഭാഗങ്ങളിലായി കാത്തിരിക്കുന്ന ശൈത്താനല്ലേ? ആ ശൈത്താനെ കുറിച്ച് റസൂൽ പറഞ്ഞു, അവനെ കാണുമ്പോഴേക്കും എന്തെയും പിശാച് വഴിവിട്ട് മാറിപ്പോകുന്നതാണ്, അവന്റെ വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോകും, പിന്നെ അവന്റെ അടുത്തേക്ക് വരില്ല. ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയുകയാണ്, നിനക്കെങ്ങനെ അവനെ വഴിപിഴപ്പിക്കാൻ കഴിയും? അല്ലേ? ഈ പ്രാർത്ഥന ചൊല്ലൊരു മനുഷ്യൻ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങുമ്പോൾ തന്നെ വഴിയിൽ ആര് നിൽക്കുണ്ടാകും? ശൈത്താൻ നിൽക്കുണ്ടാകും, നമ്മളെങ്ങനെയെങ്കിലും വഴിതെറ്റിക്കാൻ. അപ്പോഴാണ് ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നത്. ഇത് കേൾക്കുമ്പോഴേക്ക് ആ പിശാച് അവിടെ നിന്ന് എന്നിട്ട് ഓടാണ്. അപ്പൊ ആ പിശാച് പോകുമ്പോൾ അടുത്ത വഴിയിൽ വേറെ പിശാച് ഇരിക്കുന്നുണ്ടാവും, നമ്മളെ കാത്തിട്ടെ ഈ പോകുന്നവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവനോട് ഈ പിശാച് പറയും, ശൈത്താൻ പറയും, നീ ആരെ കാത്തായിരിക്കണത്? അവനെ പിടിക്കാനാ? അവനിതാ റബ്ബിന്റെ സംരക്ഷണം ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ, നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണം ദുആയാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് വേണോ? പ്രാർത്ഥന ഉണ്ടാവണം. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. മറ്റാർക്കും നമ്മെ സംരക്ഷിക്കാൻ കഴിയാത്ത സമയത്തും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അതിനാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഇനിയോ നമ്മൾ വാഹനത്തിൽ കയറാണ്, വാഹനത്തിൽ കയറുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളതിൽ കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ കയറണം. നമ്മൾ ഡോർ തുറക്കൂലേ, എന്നിട്ട് അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയണം. ബിസ്മില്ലാ എന്ന് പറയണം, അൽഹംദുലില്ലാ, തീർന്നില്ല. വകബ്ബറ സലാസൻ, 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയണം. എപ്പോൾ വാഹനത്തിൽ കയറുമ്പോഴും ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അടുത്ത വാചകം സുബ്ഹാനല്ലസീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മളിത് മാത്രമേ ചെല്ലാറുള്ളൂ അല്ലെ? സുബ്ഹാനല്ലസീ സഖറ ലനാ മാത്രം എന്ത് ചെയ്യാറുള്ളൂ? നമ്മൾ സാധാരണ ചെല്ലാറുള്ളൂ. അത് മാത്രം പോരാ, മറിച്ച് ബിസ്മില്ലാ അൽഹംദുലില്ലാ 3 പ്രാവശ്യം അല്ലാഹു അക്ബർ, എന്നിട്ട് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. കണ്ടോ എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? ഈ വാഹനം പടച്ച റബ്ബേ, എനിക്ക് ഈ വാഹനം കുറച്ചൊന്നല്ല ആശ്വാസം, എൻ്റെ കാര്യങ്ങൾ എളുപ്പത്തിലാവാൻ, എൻ്റെ യാത്ര സുഖകരമാകാൻ ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ച റബ്ബേ. എത്രയോ ആളുകൾ വാഹനമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ആ സമയത്താണ് പടച്ച റബ്ബേ നല്ലൊരു വാഹനം എനിക്കിനി തന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. പക്ഷെ ആ സമയത്തും അവൻ റബ്ബിനെ ഓർക്കണം. വാഹനത്തിൽ കയറി പോകുന്ന സമയത്തും അവൻ പറയുന്ന വാചകം വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ എനിക്കറിയില്ല ഈ യാത്രയുടെ അവസാനം എന്തായിരിക്കുമെന്ന്. ഈ യാത്രയുടെ അവസാനം എന്തായാലും ശരി, എനിക്ക് വരാനുള്ളതും മടങ്ങാനുള്ളതും എന്നിലേക്ക് തന്നെയാണ്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുമോ എനിക്കറിയില്ല,
എൻ്റെ യാത്ര എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തോ, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. എന്നെ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് എത്തോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എത്തിയാലും എത്തിയില്ലെങ്കിലും എനിക്ക് എവിടേക്ക് വരേണ്ടി വരും? വൈന്നായില റബ്ബിന ലമുൻഖലിബൂൻ, നിന്റെ അടുത്തേക്ക് എനിക്ക് മടങ്ങി വരേണ്ടി വരും എന്ന്. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വാഹനത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്. യാത്ര ആരംഭിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കണം എന്നാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, എത്രയോ അള്ളാഹു എല്ലാ യാത്രയിലും അത്തരം അപകടത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, എയർപോർട്ടിൽ എല്ലാവരും ഇങ്ങനെ കാത്തിക്കാണ്. ഏതാനും മിനിറ്റുകൾ സെക്കൻഡുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിനിറ്റുകൾ കഴിഞ്ഞാൽ സമയം കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇങ്ങോട്ട് വരും. അപ്പോഴാണ് കേൾക്കുന്നത് അപകട വാർത്തകളൊക്കെ കേൾക്കുന്നത്. എത്രയോ ആക്സിഡന്റുകൾ നമ്മൾ കേൾക്കുന്നു. ഇവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രാർത്ഥനയെ വൈന്നായില റബ്ബിന ലമുൻഖലിബൂൻ അവിടെ നിർത്തിയില്ല. ഇനി ഒരു ദീർഘമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എല്ലാവർക്കും ഒരു പക്ഷേ ബൈഹാർട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ പറയാറുണ്ട്, ഇത്തരം ദീർഘമായ പ്രാർത്ഥനകൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മൊബൈലുകളിലെങ്കിലും സേവ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് പോക്കറ്റുള്ള ഒരു പോക്കറ്റ് വെക്കേ, അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഒരു പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരല്ല. എപ്പോൾ നമ്മൾ ദീർഘയാത്ര ചെയ്യുമ്പോഴും ആരംഭിക്കുമ്പോഴും ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന മറക്കരുത്. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ബൈഹാർട്ടാക്ക് ഒരു പക്ഷെ കഴിഞ്ഞോളുന്നില്ല. മറിച്ച് നിങ്ങൾ അതിൻ്റെ മൊബൈലിലെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന രൂപത്തിൽ ഈ പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഅദ അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ വകാബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ ലഹൽ. ഈ ഒരു പ്രാർത്ഥന എന്താ ഈ പ്രാർത്ഥന നടത്തുന്നറിയോ? അല്ലാഹുവേ ഇന്നാ നസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഫീ സഫരിനാ, എൻ്റെ ഈ യാത്രയിൽ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഹാസൽ ബിർറ വത്തഖ്വ, തഖ്വയും പുണ്യവും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, വമിനൽ അമലി മാ തർളാ, നിനക്കിഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഈ യാത്രയിൽ എനിക്ക് നീ കഴിവ് നൽകണമേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതുബി അന്നാ ബുഅദ, അല്ലാഹുവേ ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ, ഈ യാത്രയുടെ ദൈർഘ്യം നീ കുറച്ചു തരണമേ. നോക്കിയാ പ്രാർത്ഥനയൊക്കെ നോക്കി നിങ്ങൾ. അല്ലാഹുവേ ഈ യാത്ര എളുപ്പമാക്കി തരണം. ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം. വതുബി അന്നാ ബുഅദ, ഇതിന്റെ ദൈർഘ്യം ഞങ്ങൾക്ക് കുറച്ചു തരണമേ. ഇതങ്ങനെ പറഞ്ഞത് ദൈർഘ്യം കുറച്ച് പറയാം. ഇവിടുന്ന് കൊച്ചിക്കാരും കാലിക്കറ്റിക്കാരും മംഗലാപുരത്തുകാരും ഒരേ ദൂരം തന്നെയല്ലേ? ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ദൈർഘ്യം കുറയോ? കിലോമീറ്റർ കുറയോ? ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെ അനുഭവപ്പെടില്ല. ചില യാത്രകൾ നമുക്ക് അധിക ദൂരമൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറേ ഇരുന്ന പോലെ കുറേ യാത്ര ചെയ്ത പോലൊക്കെ നമുക്ക് അനുഭവപ്പെടും. ചില യാത്രകൾ നമ്മൾ പെട്ടെന്ന് എത്തിയല്ലോ അല്ലേ? ഇവിടെ നമ്മൾ ഉമ്രക്കൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ പറഞ്ഞ പല ആളുകൾ എത്ര ദിവസം യാത്ര ഉണ്ട്? 2-2.5 ദിവസം യാത്ര, പറ്റൂല എന്നൊക്കെ പറയും. പക്ഷേ യാത്ര അങ്ങോട്ട് ആരംഭിച്ച് അവിടെ എത്തുമ്പോഴേക്കും ആളുകൾ പറയും എത്ര പെട്ടെന്ന് എത്തിയല്ലേ അല്ലേ? അത് അള്ളാഹു യാത്രയുടെ ദൂരം നമുക്ക് കുറച്ച് നമുക്ക് അനുഭവപ്പെടുത്തും. അതാണ് വതുബി അന്നാ ബുഅദ. അല്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മൾ സാധാരണ പ്രവാസികൾ പറയാറുണ്ട്, ചില ആളുകളൊക്കെ ഏറ്റവും ബോറടിപ്പിക്കുന്ന യാത്ര ഏതാ പറയാറ്? ഫ്ലൈറ്റ് യാത്ര എന്ന് പറയാറുണ്ട്. മറ്റുള്ളതാണെങ്കിൽ കുറച്ചേരം ഈ സൈഡിൽ ഒതുക്കിയിടുക, അല്ലെങ്കിൽ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് ഇപ്പോൾ ഫ്ലൈറ്റിൽ ഇപ്പോൾ എന്ത് കാണാനാന്നൊക്കെ ചോദിക്കാറില്ല നമ്മൾ അല്ലേ? നമ്മളിപ്പോൾ നാട്ടിൽ പോയി പറഞ്ഞ ആളുകൾ പറയും വലിയൊരാളായിട്ട് വിമാനത്തിലൊക്കെ വന്നുകൊണ്ട് പറയാമെന്നൊക്കെ പറയും. ചിലപ്പോൾ യഥാർത്ഥത്തിൽ കുറേ യാത്ര ചെയ്ത ആളുകൾക്കറിയാം ഏറ്റവും നമുക്കൊരു മുഷിപ്പ് അനുഭവപ്പെടുന്ന, ഉറങ്ങുന്നവർക്കൊക്കെ സുഖമാണ്, കയറി കിടന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തെന്നായാലും ആ യാത്രയുടെ ഒരു എളുപ്പം, ആ യാത്രയിൽ ഒരു നിരാശ, മുഷിപ്പ് അല്ലെങ്കിൽ ഒരു വലിയ ദൈർഘ്യം അള്ളാഹു എന്തെയില്ല തോന്നിപ്പിക്കൂല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാണ്, പടച്ച റബ്ബേ വതുബി അന്നാ ബുഅദ, ഈ യാത്രയുടെ ദൈർഘ്യം നീ ഞങ്ങൾക്ക് കുറച്ചു തരണമേ. അടുത്ത വാചകം, അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, അല്ലാഹുവേ ഈ യാത്രയിലെ എൻ്റെ കൂട്ടുകാരൻ നീയാണ്, വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ പകരക്കാരനും നീയാണ്. റബ്ബേ എൻ്റെ വീട്ടിൽ നിന്നാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്, നിന്റെ സംരക്ഷണം എൻ്റെ വീട്ടിലുണ്ടാവണം. നമ്മൾ കുടുംബത്തോടെ പോവുകയാണെങ്കിലും അല്ലെങ്കിലും കുടുംബത്തിനൊരു കാവൽ വേണ്ടേ അല്ലേ? കുടുംബത്തോടെ പോവുകയാണെങ്കിലും ആ വീടിനൊരു കാവൽ വേണ്ടേ?
ആ കാവലാരാ? അള്ളാഹുവാണ്. മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറയുന്നല്ലേ. അള്ളാഹു നമ്മുടെ വീടിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഫ്ലാറ്റിനെ സംരക്ഷിക്കും. അള്ളാഹിനോട് പറയാണ്, അള്ളാഹുവേ നീ എൻ്റെ കുടുംബത്തെ, എൻ്റെ ഫ്ലാറ്റിനെ സംരക്ഷിക്കണമേ, നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത്. ഇനിയോ എൻ്റെ യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ നീയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകാബത്തിൽ മന്ദർ, അല്ലാഹുവേ ഈ യാത്രയിൽ ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകാനും മോശമായ കാഴ്ചകളൊന്നും കാണാതെ മുന്നോട്ട് പോകാനും നീ എന്നെ സഹായിക്കണമേ. മോശമായിട്ടുള്ള കാഴ്ചകളൊന്നും ഹറാമുകളൊന്നും കാണുന്നൊരവസ്ഥ എൻ്റെ യാത്രയിൽ ഉണ്ടാവരുത് പടച്ചോനേന്ന്. പല സ്ഥലത്തു കൂടെ യാത്ര ചെയ്യേണ്ടി വരും, പല എയർപോർട്ടുകളെ യാത്ര ചെയ്യേണ്ടി വരും, പല ടൗണിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വരും അല്ലേ. ചിലപ്പോൾ കണ്ണ് തുറന്നാൽ നോക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒക്കെ കണ്ടെന്ന് വരും. പക്ഷെ അതൊന്നും എൻ്റെ കണ്ണുകൊണ്ട് പടച്ച റബ്ബേ അത്തരം മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കരുതേ. ചില ഫ്ലൈറ്റിൽ പറയും എനിക്ക് അതിൽ പോയാൽ മതി, കാരണം 3.5 മണിക്കൂർ എന്തായാലും വെറുതെ ഇരിക്കണ്ടേ, അപ്പോൾ 2 സിനിമയെങ്കിലും ചുരുങ്ങിയത് കാണാം അല്ല. ചില ഫ്ലൈറ്റിൽ ചില ആളുകൾ പറയും ഇതൊരു മുസ്ലിമിന് പറ്റൂല. എന്തേ കാരണം? മുസ്ലിം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്, പിന്നെ എങ്ങനെ അവൻ സിനിമ കാണും? അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, അല്ലാഹുവേ ഈ യാത്രയിൽ എൻ്റെ കൂട്ടുകാരനാരാ? അല്ലാഹുവാണ്. അല്ലാഹു കൂട്ടുകാരനായിരിക്കുന്ന ഒരു മുസ്ലിമിന് പിന്നെ എങ്ങനെ ഇത് തുറന്നു വെച്ചിട്ട് കാണാൻ കഴിയും അല്ലേ? അതൊന്നും പറ്റൂല. അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, അല്ലാഹുവേ നീയാണ് എൻ്റെ ഈ യാത്രയിലെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു മുസ്ലിമിന് ഇത്തരം മോശമായ കാര്യങ്ങൾ കാണാനോ അനുഭവിക്കാനോ ആസ്വദിക്കാനോ ഒന്നും കഴിയൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്, പലരും നമ്മളൊന്നും ചെയ്യാറില്ല എന്നുള്ള വേറെ കാര്യം, പല ആളുകളും കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ കൂട്ടുകാർക്ക് പലതും വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരൻ മുസ്ലിം അല്ലാത്ത കൂട്ടുകാരനുണ്ട്, അപ്പം ഞാനൊന്നും അതിലൊന്നും പങ്കെടുക്കൂല, പക്ഷേ അവൻ എനിക്ക് നിർബന്ധമാണ്, അവൻ എൻ്റെ ചങ്കാണെന്നൊക്കെ പറയും. ചില ആളുകൾ പറയില്ലേ അവൻ എൻ്റെ ചങ്കാണ്, അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? അവൻ ഇത് കൊടുത്താൽ പ്രശ്നമൊന്നും, ഞാൻ കുടിക്കൊന്നുമില്ല, ഞാൻ കഴിക്കൊന്നുമില്ല, എൻ്റെ ചങ്കിന് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും? പല കുപ്പികളൊക്കെ വാങ്ങിക്കൊണ്ടുപോകും അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാൻ മാത്രമല്ല, ചില ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് കുടിക്കും, പക്ഷെ ഞാനപ്പോൾ പെപ്സി കുടിക്കും അല്ലേ. ഞാനപ്പോൾ പെപ്സി കുടിക്കും, ഞാനത് കുടിക്കൂല. ചിലപ്പോൾ അവരൊപ്പം ഒരു കമ്പനിക്ക് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരെ വിളിക്കുമ്പോൾ കമ്പനിക്ക് പോകും, എന്നിട്ട് ഞാൻ കൂടിക്കൊടുക്കും, എന്നിട്ട് ഞാൻ വേറെ ചായയോ സോഡയോ ജ്യൂസോ ഒക്കെ ഞാൻ കുടിക്കും, ഞാൻ ഇത് കുടിക്കൂല. ഒരു മുസ്ലിമിന് അത്തരം ഒരു സദസ്സിൽ ഇരിക്കാൻ പാടില്ല എന്നാണ്. ഇത്തരം ഖംർ മദ്യം വിളമ്പുന്ന ഒരു സദസ്സിലും ഒരു മുസ്ലിമിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശക്തമായ കൽപ്പനയാണ്, പാടില്ല. ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരുങ്ങണം. പക്ഷേ ആ ഒരുക്കങ്ങളിൽ ഒരു കാരണവശാലും ഹറാമ് കടന്നു വരാൻ പാടില്ല. അള്ളാഹുവിനും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇഷ്ടമല്ലാത്ത ഒന്നും നമ്മുടെ ഒരുക്കങ്ങളിൽ കടന്നു വരാൻ പാടില്ല. നല്ല വസ്ത്രം ധരിക്കണം, മാന്യമായി ഒരുങ്ങണം അല്ലേ. യാത്രയുടെ ഒരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത്? മാന്യമായ വസ്ത്രം ധരിക്കൽ. അതേപോലെ തന്നെ നല്ല രൂപത്തിൽ ഒരുങ്ങുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇന്നല്ലാഹ ജമീലു യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നുവെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ എത്ര നല്ല ഒരുക്കായാലും അള്ളാഹുവിനും അവന്റെ പ്രവാചകനും എതിരായ ഒരു ഒരുക്കം ചെയ്യാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അതാണായാലും പെണ്ണായാലും. ഇവിടെ നിന്നൊക്കെ പല ആളുകളും, ഞാനീ പറയുന്നത് നമ്മളെ കുറിച്ചല്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. പല ആളുകളും എന്ത് ചെയ്യും, നമ്മൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി നിര്യാണിക്ക് മേലൊക്കെ പാൻറ്റൊക്കെ റെഡിയാക്കി ഇങ്ങനെ പോകും, കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, എയർപോർട്ടൊക്കെ കൊണ്ട് എത്താറാകുമ്പോൾ അതൊക്കെ കൊണ്ട് താഴേക്കിടലാണ്. നാട്ടിലൊക്കെ എങ്ങനെ ഇറങ്ങുമ്പോൾ പോകുമ്പോൾ ആളുകൾ പറഞ്ഞാലോ ഇവൻ അങ്ങോട്ട് പോയപ്പോഴേക്കും വലിയ മുത്തക്കയായെന്നൊക്കെ ആളുകൾ ചോദിച്ചാലോ എന്നാണ്. എവിടെ പോയാലും ഒരു മുസ്ലിമിൻ്റെ പാൻറ്റ് നിര്യാണിക്ക് താഴെ പോകാൻ പാടില്ല, അറിഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഒരു മുസ്ലിമിന്റെ പാൻറ് നെരിയാണിക്ക് താഴെ പോയാൽ, വസ്ത്രം നെരിയാണിക്ക് താഴെ പോയാൽ അവൻ നരകത്തിലാണ്. അറിഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, ഞങ്ങൾ ഇങ്ങനെ രാവിലെ ഒക്കെ ഭക്ഷണം കഴിച്ച് പാൻറ്റും ഒക്കെ ഇട്ടിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ടൈറ്റാണ് വയറ്, കുറേ കഴിയുമ്പോൾ വിശക്കും, അപ്പം അറിയാതെ കുറച്ച് ലൂസാവുമല്ലോ, അപ്പം അറിയാതെ ഒരു പക്ഷേ നിര്യാണിക്ക് താഴെ പോയാലോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അഹങ്കാരത്തോടുകൂടി വസ്ത്രം നിര്യാണിക്ക് താഴെ പോയാൽ നരകത്തിലാണ്. അപ്പോൾ ചില ആളുകൾ എന്ന് പറഞ്ഞു, എനിക്ക് അഹങ്കാരമൊന്നുമില്ല, ഞാൻ തൽക്കാലം നിര്യാണിക്ക് താഴെ പോകുന്നുണ്ട്, പക്ഷെ അഹങ്കാരത്തിന്റെ ഭാഗമൊന്നല്ല. അതന്നെയാണ് അഹങ്കാരം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യം പറഞ്ഞാൽ, സുന്നത്ത് വന്നാൽ ആ സുന്നത്തിനെതിരായി ചെയ്താൽ അത് അഹങ്കാരമാണ്, അതിന് സംശയമൊന്നുമില്ല കേട്ടോ. ഭയങ്കര വലിയ ശിക്ഷയാണ്. ഹദീസുകൾ ധാരാളം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വിഷയം മാത്രം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലേക്കാവട്ടെ, കല്യാണങ്ങൾക്കാവട്ടെ, ടൂറുകൾക്കാവട്ടെ, മറ്റെന്ത് യാത്രകളാവട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുക്കങ്ങൾ നടത്തണം. പക്ഷെ ആ ഒരുക്കങ്ങളിൽ ഹറാം വരാൻ പാടില്ല, സുന്നത്തിനെതിരായത് പാടില്ല. പ്രത്യേകിച്ച് ഒരു മുസ്ലിമായ പുരുഷൻ അവന്റെ നിര്യാണിക്ക് താഴെ വസ്ത്രം പോകാൻ പാടില്ല. ഇനിയും നോക്കൂ നിങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ വാചകം വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞില്ലേ, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, ഹേ പ്രവാചകരെ, താങ്കളുടെ ഭാര്യമാരോട് പറയണം, താങ്കളുടെ പെൺമക്കളോടും വിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമക്കനകൾ കുപ്പായമാറിടത്തിലൂടെ താഴ്ത്തിയിടാൻ പറയണം. എന്തിനു വേണ്ടിയാണ്? സാലിക അജ്നാ അൻ യുറഫ്ന ഫലാ യുഅ്സീൻ, അവർ തിരിച്ചറിയപ്പെടാനാണ്. അവൾ മോശമായ സ്ത്രീയല്ല, അവൾ മറ്റുള്ളവളെ പോലെയല്ല, അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ച് നടക്കുന്ന പെണ്ണാണെന്ന് മറ്റുള്ളവരറിയാൻ വേണ്ടിയാണ്. ഫലാ യുഅ്സീൻ, അവൾ ആക്രമിക്കപ്പെടാതെ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ പർദ്ദൊക്കെ ധരിക്കുന്നവർ അല്ലേ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാജ്യമാണ്, നമ്മൾ ഇവിടെയൊക്കെ പള്ളിയിൽ പോകുന്നവരാണ്, ക്ലാസ്സിന് വരുന്നവരാണ്, എന്നിട്ടൊക്കെ പർദ്ദൊക്കെ ധരിക്കും. അതേപോലെ തന്നെ ഒരു നല്ല വസ്ത്രധാരണ രീതിയൊക്കെ ആവും. പക്ഷെ നാട്ടിൽ പോകുമ്പോഴോ അത് പറ്റൂല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഡ്രസ്സും പാടില്ല. എത്ര ഹദീസുകളാണ്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റിഹഹാ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് സ്വർഗത്തിന്റെ സുഗന്ധം പോലും ആസ്വദിക്കുകയില്ല അത്തരം സ്ത്രീകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത്ര ഗൗരവമാണ് വിഷയം. നാട്ടിലൊക്കെ പോയി കല്യാണങ്ങൾ, ടൂറുകൾ, യാത്രകളൊക്കെ ആയിക്കോ, പക്ഷേ പർദ്ദ തന്നെ ധരിക്കണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ലൂസുള്ള ഡ്രസ്സായിരിക്കണം, ഇസ്ലാമിക വസ്ത്രധാരണ രീതിയായിരിക്കണം. മുഖവും മുൻകൈയും അല്ലാത്തൊരു ഭാഗവും അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ ഒരു കാരണവശാലും ഒരു സ്ത്രീക്ക് പാടില്ല എന്നത് ഇസ്ലാമിന്റെ കൃത്യമായ നിയമമാണ്, നിർബന്ധമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ പെൺമക്കൾ ഉണ്ടാകും. അവർക്ക് ആൺമക്കളാണെങ്കിൽ ആൺമക്കളുടെ ഡ്രസ്സ്, പെൺമക്കളാണെങ്കിൽ പെൺമക്കളുടെ ഡ്രസ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറ്റൂല. പ്രായപൂർത്തിയായ പെൺമക്കളാണെങ്കിൽ അവർക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സാണ്, പെണ്ണിന് ഡ്രസ്സ് ആണിന് ഡ്രസ്സ് ഉണ്ടല്ലോ, അതങ്ങനെ തന്നെയാണ്. അത്ര ഒരു വലിയ വിഷയമായിട്ട് പറയണമെന്നാണ് വേണം. എന്തേ കാരണം എന്നറിയോ? അതിനും കേട്ടോ നിങ്ങൾ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബിദാ ശപിച്ചിരിക്കുന്നു, അൽ മുത്തശബ്ബിഹാതി ബിർരിജാലി മിനൻ നിസാ വൽ മുത്തശബ്ബിഹീന ബിന്നിസാഇ മിനർ റിജാൽ, ആൺവേഷം കെട്ടുന്ന സ്ത്രീകളെയും സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാരെയും കണ്ടോ. അപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രായപൂർത്തിയായ വലിയ മുതിർന്ന പെൺകുട്ടികൾ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുക്കത്തിന്റെ ഭാഗമാണ് ചില ആളുകളൊക്കെ കൺപുരികൊക്കെ ഇങ്ങനെ വടിച്ചു കളയും അല്ലേ. അതിൻ്റെ പേരൊന്നും ഞാൻ പറയണ്ടല്ലോ. പോണേൻ്റെ തലേദിവസം ബ്യൂട്ടി പാർലറും അവിടെ ഒക്കെ പോയിട്ട് കൺപുരികം പഠിക്കും. ഇപ്പം നാട്ടിൽ പോയി കല്യാണത്തിന് പോകണം, അപ്പോൾ ഒരുക്കാണതൊക്കെ. കുറേ പേരൊക്കെ അതിനുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞല്ലോ ഒരുങ്ങാം, പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു കാര്യം എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റൂല എന്ന് മുസ്ലിം തീരുമാനിക്കണം. എൻ്റെ കാരണം റസൂലുള്ളാഹിന്റെ എൻ്റെ ഹദീസുകൾ ഞാൻ കേൾപ്പിക്കാം. ഒന്നാമത്തെ ഹദീസ്, പുരികം വടിച്ചു കളയുന്നവളെയും വടിച്ചു കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില, മുടിയേച്ചു കെട്ടുന്നവളെയും കെട്ടിക്കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കണ്ടോ നിങ്ങൾ?
പുരികം വടിക്കുക, മുടി കുറഞ്ഞപ്പോൾ മുടി ഒരു പേരൊക്കെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് ആ പേരൊന്നും ഇപ്പോൾ പറയണ്ടല്ലോ അല്ലേ. അതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ പാടില്ല. പുരികം വടിക്കാൻ അത് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവും, അള്ളാഹുവിൻ്റെ ശാപം. ഇനിയോ നാട്ടിലേക്കൊക്കെ പോവല്ല, അപ്പൊ ഏതായാലും നമുക്ക് നന്നായിട്ടൊന്ന് അത്തറൊക്കെ പൂശി സുഗന്ധമൊക്കെ ഉണ്ട് അടിച്ച് കലക്കി അങ്ങോട്ട് പോവാ അല്ലേ. ആണുങ്ങൾക്ക് അത് അനുവദിച്ചിട്ടുണ്ട്, അവർക്കാവുന്ന രൂപത്തിൽ, ആവശ്യമുള്ള രൂപത്തിലാവാം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് അടിച്ചു വീശുന്ന മറ്റുള്ളവരിലേക്ക് ഭയങ്കരമായി സാധാരണ പുരുഷന്മാർ ഉപയോഗിക്കുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ തീവ്രതയുള്ള ഒരു തീവ്രത എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം, അതിന് തീവ്രതയുടെ അളവ് എത്ര എന്നൊക്കെ ചോദിക്കേണ്ട എന്നോട്. പക്ഷെ നമുക്കറിയാലോ സാധാരണ ചിലപ്പോൾ മനുഷ്യന്മാരെ വിയർപ്പിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലല്ല, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് പകരമായിട്ട് ആ ഒരു വിയർപ്പിന്റെ സ്മെല്ലിന് പകരമായിട്ടൊക്കെ ആണായാലും പെണ്ണായാലും ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കും. അതാവാം എന്നതിനപ്പുറം ഒരു സ്പ്രേ അടിച്ച് അല്ലെങ്കിൽ സുഗന്ധം പൂശി മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകുമ്പോൾ അവർ തന്നെ ആകർഷിക്കുന്ന രൂപത്തിൽ ഒരു പെണ്ണ് പാടില്ല, അത് പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്, അത് കേട്ടാ പിന്നൊരു പെണ്ണ് അങ്ങനെ നിൽക്കൂല എന്നാണ്. എന്താ റസൂൽ പറഞ്ഞറിയോ? ഒരു പെണ്ണതാ സുഗന്ധം പൂശി ആളുകളുടെ മുന്നിലൂടെ നടക്കുകയാണ്, അങ്ങനെ മറ്റുള്ളവരെല്ലാം അവളെ ആസ്വദിക്കാൻ കാരണമായാൽ ഫഹിയ സാനിയ. എൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ, സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ടൊരു പെണ്ണെന്നാണ് അതിൻ്റെ അർത്ഥം. നേർക്കുന്നൊരർത്ഥം ഞാൻ പറയുന്നില്ല ഇപ്പോൾ, ഏറ്റവും മോശപ്പെട്ട പെണ്ണെന്നാണ്. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ആവാം, പക്ഷേ ഒരു പുരുഷൻ അനുവദിച്ചതുപോലെ ഒരു മുസ്ലിം സ്ത്രീക്ക് അനുവദിച്ചിട്ടില്ല എന്ന് ആ വിഷയത്തിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പല ആളുകളുണ്ട് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ, ഞാൻ ഒരു വർഷം മുമ്പൊക്കെ അവിടെ നിന്ന് പോന്നതല്ലേ, ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ വയസ്സനായിട്ട് ആളുകൾ കാണോ അല്ലേ, അതുകൊണ്ടൊക്കെ നമുക്കൊക്കെ ഒന്ന് വെളുപ്പൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കറുപ്പിച്ച് ഒന്ന് റെഡിയാക്കി അല്ലേ, നരൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി പോകാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. എൻ്റെ പ്രായം മറ്റുള്ളവരൊക്കെ എന്തായി കുറേ ആയി ഇന്ന് കാണൂ, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണക്കേടാവോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരാണ്. ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഹറാം എന്ന ആ ഗണത്തിലേക്ക് എത്തൂല, പക്ഷേ നിഷിദ്ധമാക്കിയ ഹറാമിൻ്റെ ആ പരിധിയല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രൂപത്തിലും വിശദീകരിച്ചവരുണ്ട്. ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഭൂരിഭാഗവും ഉള്ളത് ആ വിഷയത്തിൽ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നര എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു നൂറുൽ മുസ്ലിം, അത് മുസ്ലിമിന്റെ പ്രകാശമാണ് നര അല്ലേ. നമ്മൾ ഇനി എത്ര അങ്ങനെ ചെയ്താലും അതിന് സമയമുണ്ട്, ആ സമയത്ത് ഇങ്ങനെ വരും, അതാണ്ട് പോയിക്കോളും അല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ നത്ഫി ശൈബ്, നര പറിച്ചു കളയാൻ പാടില്ല. കാരണം ഇന്നഹു നൂറുൽ മുസ്ലിം, അത് മുസ്ലിമിന്റെ പ്രകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഒരാൾക്കൊരു നര വന്നാൽ അവൻ അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഒരു നര വന്നാൽ എന്തൊക്കെ ഹദീസിന്റെ ചില ആശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിമിന്റെ പ്രകാശമാണ്. അന്ത്യനാളിൽ ഒരു നൂറായി പ്രകാശമായി അവന്റെ മുന്നിലുണ്ടാകും. ഒരാൾക്കൊരു നര വന്നാൽ അത് കാരണമായി അവനൊരു നന്മ രേഖപ്പെടുത്തുകയും തിന്മ മായ്ച്ചു കളയുകയും ചെയ്യും. അതുമൂലം അവന്റെ പദവി ഉയർത്തപ്പെടും, അല്ലാഹുവിങ്കൽ അവന്റെ ഒരു ദരജ ഉയർത്തപ്പെടും. അതോടൊപ്പം മരണചിന്ത വർദ്ധിപ്പിക്കാൻ നര കാരണമാകും എന്നാണ്. ഇതൊക്കെ ഹദീസിന്റെ കുറേ ആശയങ്ങളുടെ സമയദൈർഘ്യം പറഞ്ഞ് ഞാൻ ഓരോ ഹദീസുകളും പറയുന്നില്ല. ഒക്കെ വലിയ പ്രതിഫലമാണ്. നമ്മൾ അറിയാതെ നമ്മിലേക്ക് ഉറങ്ങുമ്പോഴും കൂലി, നടക്കുമ്പോഴും കൂലി, ഭക്ഷണം കഴിക്കുമ്പോഴും കൂലി, ജോലി എടുക്കുമ്പോഴും കൂലി, ഈ കൂലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ശക്തമായി ഈ വിഷയത്തെ വിരോധിച്ചിട്ടുണ്ട്. നര വന്നാൽ ഒരു മുസ്ലിം കറുപ്പിക്കാൻ പാടില്ല എന്നാണ്. യഖൂനു ഖൗമുൻ യഖ്ളിബൂന ഫീ ആഖിരി സമാൻ ബിസ്സവാദ്, നര വന്നാൽ ആ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവസാന നാളിൽ വ്യാപകമാകും, അവസാന നാളിൽ വരും. അവരുടെ അടയാളം പോലും റസൂലുള്ളാഹി പറഞ്ഞു, കഹവാസിലിൽ ഹമാം, പ്രാവുകളുടെ ചിറക് പോലെയായിരിക്കും.
ലാ യരീഹൂന റായിഹത്തൽ ജന്ന. ഇതാണ് പ്രശ്നം, വേറെ ഒന്നുമല്ല. അർത്ഥം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ലാ യജിദൂന റീഹഹ എന്ന് പറഞ്ഞല്ലോ, പിന്നെ ഔറത്ത് മറക്കാത്ത സ്ത്രീകളെ കുറിച്ച്. അതുപോലത്തെ മറ്റൊരാശയമാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലാ യരീഹൂന റായിഹത്തൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. പ്രാവിൻ്റെ നെഞ്ചുഭാഗം വളരെ കറുപ്പ് നിറമുള്ളതും നല്ല തിളക്കമുള്ളതുമായിരിക്കും. ഇതുപോലെ എന്ന് പറഞ്ഞാൽ പ്രായം മറച്ചു വെക്കാൻ വേണ്ടി മനുഷ്യന്മാർ ഈ രൂപത്തിൽ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അതിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത് എന്ന് അത് ഇമാം നബവി, ഇബ്നു ഹജർ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ച് ധാരാളം തഫ്സീറുകൾ അതിന് ശറഹ് കൊടുത്തിട്ടുണ്ട്. അവർ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഹങ്കാരത്തിന്റെ നിലപാടാണ് എന്ന് വരെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. കാരണം ഒരു ഹദീസ് കണ്ടാൽ ആ ഹദീസിനെതിരായിട്ട് പോകാന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. നേരത്തെ ഞാൻ നിര്യാണിക്ക് താഴെയുള്ള വിഷയം പറഞ്ഞില്ലേ, അതുപോലെ. അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അതേസമയം കറുപ്പല്ലാത്ത മറ്റു കളർ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതൊരു വേറെ സുന്നത്തുമാണ് എന്ന് ചില ഹദീസിൽ കാണാൻ കഴിയും. കറുപ്പല്ലാത്ത മറ്റു കളർ ഉപയോഗിക്കുക എന്നത്, ഒരു നര വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുക എന്നത് ഒരു സുന്നത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തിനാണിത് കാര്യങ്ങൾ പറയണത്? നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റാനുള്ള ഒരാഗ്രഹം ഉണ്ടാകണം. ഈ വിഷയങ്ങളിൽ നമ്മുടെ സംസാരത്തിലോ നമ്മുടെ സംസ്കാരത്തിലോ നമ്മുടെ ജീവിത രീതിയിലൊന്നും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെതിരായിട്ടുള്ളൊരു വിഷയം കടന്നു വരാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി, യാത്രയുടെ മറ്റൊരു പ്രത്യേകതയാണ് പ്രാർത്ഥിക്കുക എന്നത്. ധാരാളമായി ദുആ ചെയ്യുക. 3 വിഭാഗം ആളുകൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉടൻ ഉത്തരം നൽകും. കഴിഞ്ഞ മുമ്പത്തെ ചൊവ്വാഴ്ച ആ വിഷയം നമ്മൾ പറഞ്ഞതാണ്, ഞാൻ വിശദീകരിക്കണില്ല. 3 വിഭാഗം ആളുകൾ. അതിലൊരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. നമ്മൾ യാത്രയിൽ, അതേത് യാത്രയാവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മൾ ദുആ ചെയ്യണം, നന്നായിട്ട് ദുആ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സ്വലാത്തുകൾ, ഖുർആൻ ആയത്തുകൾ, ഇതൊക്കെ നമ്മൾ ചൊല്ലണം, ദുആ ചെല്ലണം. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യാത്രയിൽ നമസ്കാരത്തിൻ്റെ വിഷയവും. പല ആളുകൾക്കും യാത്രയിൽ നിസ്കാരം അങ്ങോട്ട് നഷ്ടപ്പെടാറുണ്ട്. ഇപ്പം ഇവിടുന്ന് ഒരു 2 മണിക്കുള്ള ഫ്ലൈറ്റാണെന്ന് വിചാരിക്കാം. നമ്മൾ ചുരുങ്ങിയത് 11 മണിക്കെങ്കിലും എയർപോർട്ടിൽ എത്തേണ്ടി വരില്ലേ? വേണം. നേരത്തെ എയർപോർട്ടിലെത്തി അവിടെ ആകെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 മണിക്ക് കഴിഞ്ഞ് നാട്ടിൽ ലഗേജൊക്കെ കിട്ടി പുറത്തേക്ക് വരുമ്പോൾ മഗ്‌രിബിൻ്റെ ടൈമായി. അപ്പോഴാണ് കാറ് വന്ന് നിൽക്കുന്നുണ്ട്. നേരെ വീട്ടിലേക്ക് പോയി, എല്ലാം കഴിഞ്ഞ് മഗ്‌രിബും കഴിഞ്ഞ് ഇശാങ്ങിൻ്റെയാണ് വീട്ടിലെത്തുന്നത്. എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് തട്ടുന്ന രൂപം അത് പറ്റൂല. അവിടെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജമ്മ് ഖസർ, നിസ്കാരം ഒഴിവാക്കാൻ ഒരു നിലക്കും ഒരു മുസ്ലിമിന് പാടില്ല. അവിടെ ശ്രദ്ധിക്കാൻ 2-3 കാര്യങ്ങളിൽ. ഒന്ന്, ജമ്മും ഖസറും എന്നൊരു നിയമം നമസ്കാരത്തിന്റെ വിഷയത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ 2 നമസ്കാരങ്ങൾ, ഒന്ന് ളുഹറും അസറും, മറ്റൊന്ന് മഗ്‌രിബും ഇശാവും ജമ്മാക്കാം. ഒന്നുകിൽ ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും കൂടി ഒന്നിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ളുഹറും അസറും കൂടി ഒന്നിച്ച് നിസ്കരിക്കാം. മഗ്‌രിബിന്റെ സമയത്ത് മഗ്‌രിബും ഇശാവും കൂടി ഒന്നിച്ച് നിസ്കരിക്കാം. ഇശായിന്റെ സമയത്ത് മഗ്‌രിബും ഇശാവും കൂടി ഒന്നിച്ച് നിസ്കരിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് 11 മണിക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു പ്രയർ റൂം ഉണ്ട്. അവിടെ പോയി ളുഹറും അസറും നമുക്ക് ജമ്മും ഖസറുമാക്കി നിസ്കരിക്കാം, ജമ്മും ഖസറുമാക്കാം. ഇനി ദൂരത്തിന്റെ പ്രശ്നമൊക്കെ സംശയമുള്ളവർ ഖസറാക്കണ്ട. കാരണം ദൂരം കുറച്ച് ദൈർഘ്യം ആയി കഴിഞ്ഞാലാണ് ഖസറിലേക്കുള്ള വിധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഖസറാക്കാമെന്ന അഭിപ്രായങ്ങളൊക്കെ പണ്ഡിത ലോകത്തുണ്ട്. ആ വിഷയത്തിൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ളുഹറും അസറും ഒന്നിച്ച് 2 റക്അത്ത് ആദ്യം ളുഹറും 2 റക്അത്ത് ആദ്യം അസറും നിസ്കരിക്കാം. ഇനി മഗ്‌രിബിന്റെ ടൈമിലാണ് അല്ലെങ്കിൽ മഗ്‌രിബ് ഇശാന്റെ ടൈമിലാണ് നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതെങ്കിലോ മഗ്‌രിബ് 3 റക്അത്തും ഇശ 2 റക്അത്തും ജമ്മും ഖസറായിട്ട് നിസ്കരിക്കാം. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. മനസ്സിലായോ? ശരി, അടുത്ത സുബഹിയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഫ്ലൈറ്റിലായിരിക്കും സുബഹിന്റെ സമയം. പല ആളുകളും ഫ്ലൈറ്റിലായിരിക്കും. നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ 6 മണിക്കോ 5 മണിക്കോ ഒക്കെ ഇറങ്ങുന്ന ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ലഗേജൊക്കെ കിട്ടി പല എയർപോർട്ടുകളിലും നമ്മൾ ചെന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് എന്തുണ്ടാവാറില്ല? പ്രയർ റൂം ഉണ്ടാവാറില്ല അല്ലെ? ഡിപ്പാർച്ചറിൽ ഉണ്ടാകും, അറൈവലിൽ സാധാരണ ഉണ്ടാവാറില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു, നമ്മൾ മസ്കറ്റ് ചെറിയ എയർപോർട്ടിലുണ്ടായിരുന്നു ആദ്യം. ഇപ്പം ഇല്ലല്ലേ? ഇല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും, പക്ഷെ എല്ലാവർക്കും അറിയില്ല, അത് മേലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ, മേലേക്ക് കയറണം. ഇനി നാട്ടിൽ പോയാൽ പോലും നമ്മൾ ഇറങ്ങി ചിലപ്പോൾ ആകെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോയി 7 മണി 8 മണിയായി വീട്ടിലെത്തി. 8 മണിക്കൊക്കെ സുബഹിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലൈറ്റിൽ നിസ്കരിക്കണം. സുബഹിന്റെ സമയം നമ്മൾ എവിടെയാണോ അതിനനുസരിച്ച് ഫ്ലൈറ്റിൽ സമയം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സുബഹിന്റെ ഇരുന്ന് നിസ്കരിക്കണം. അപ്പം ചോദിക്കുക, അങ്ങനെ ഇരുന്ന് നിസ്കരിക്കാന്ന് ചോദിക്കും. അത് പഠിക്കണം അല്ലേ? ഇരുന്ന് നിസ്കരിക്കണം 2 റക്അത്ത്. അപ്പൊ വുളു ഇല്ലല്ലോ, എന്ത് ചെയ്യണം? തയമ്മും ചെയ്യാം. അപ്പൊ എങ്ങനെ തയമ്മും ചെയ്യാം? അത് പഠിക്കണം അല്ലെ? നമ്മുടെ മുന്നില് സാധാരണ നമ്മൾ പറയും ശുദ്ധമായ സ്ഥലത്ത് അടിക്കാന്നാണ് 2 കൈപ്പടങ്ങളും. അത് നമ്മുടെ മുന്നില് ഒരു സീറ്റ് ഉണ്ടാവുമല്ലോ, ആ സീറ്റിന്റെ പുറകു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് മുഖവും മുൻകൈയും തടവ. എങ്ങനെ തയമ്മും ചെയ്യാ? ആദ്യം ഇങ്ങനെ നമ്മൾ 2 കൈപ്പടങ്ങൾ അടിച്ച് ആദ്യം മുഖം ഒരു പ്രാവശ്യം തടവ, എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയിന്റെ മേലെയും വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മേലെയും ഇങ്ങനെ തടവ. ഇത്രയേ ഉള്ളൂ തയമ്മം അല്ലേ? പല ആളുകളും പിന്നെ തയമ്മം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെ നിസ്കരിക്കും, എങ്ങനെ വുളു എടുക്കും എന്നൊക്കെയാണ്. വളരെ സിമ്പിളാണ്. ഒന്ന് പ്രസ് ചെയ്യാം, മുഖം ഒരു പ്രാവശ്യം കേട്ടോ, മുഖം ഒരു പ്രാവശ്യം തടവ, ഇടത് കൈ കൊണ്ട് വലത് കൈയിന്റെ മേൽഭാഗം, താഴ്ഭാഗമല്ല ഉൾഭാഗമല്ല, മേൽഭാഗം ഒരു പ്രാവശ്യം തടവ, വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മേൽഭാഗം ഒരു പ്രാവശ്യം തടവ. തയമ്മുമായി നിസ്കരിക്കാം. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. പിന്നെ നമുക്ക് എന്താ പ്രശ്നം എന്നറിയോ? നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും അല്ലേ? അപ്പോൾ അവരൊക്കെ കണ്ടാൽ ഇപ്പം എന്ത് വിചാരിക്കും? എന്തിനാ, നമ്മൾ മുസ്ലിം അല്ലേ? ഒരു മുസ്ലിമിന് അവർക്കൊക്കെ നമ്മൾ അഭിമാനം ഉണ്ടാവുള്ളൂ, നമ്മളെക്കുറിച്ചൊരു ബഹുമാനം ഉണ്ടാവുള്ളൂ. ബഹുമാനം ഉണ്ടാവും, അവന് നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അറിയാത്തവർ അത്തരം കാര്യങ്ങൾ പഠിക്കണം, പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, യാത്ര പോകുന്നവനും യാത്ര ചോദിക്കുന്നവനും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യാത്ര പോകുന്നവന്റെ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. ഒരാൾ നമ്മളോട് യാത്ര പറഞ്ഞാൽ നമ്മൾ യാത്രയൊക്കെ എങ്ങനെ? സ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതി അമലിക. അപ്പൊ യാത്ര പോകുന്നവനോ എന്താ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞോ? അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളിഉ വദാഇഉഹു. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, നമ്മൾ പഠിക്കണം കേട്ടോ. ദീർഘയാത്ര പോകുമ്പോൾ യാത്ര ചോദിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് വരട്ടെ അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അത് പറഞ്ഞാലായി സുന്നത്ത് കിട്ടണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ തളിഉ വദാഇഉഹു എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പോകുന്നവനും യാത്ര ചോദിക്കുന്നവനും അതേപോലെ തന്നെ യാത്ര പോകുന്നവനും ചോദിക്കപ്പെടുന്നവനൊക്കെ പ്രാർത്ഥിക്കണം. നാട്ടിൽ പോയാൽ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെടണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കൾക്ക് കുടുംബക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ആരാണ് വാപ്പാന്റെ കുടുംബക്കാർ, ആരാണ് ഉമ്മാന്റെ കുടുംബക്കാർ? പല മക്കൾക്കും അറിയില്ല. കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കും ആകാശത്തേക്ക്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ആരാണ് വാപ്പാന്റെ കുടുംബം, ഏതാണ് ഉമ്മാന്റെ കുടുംബം, അതൊന്നും അറിയില്ല. അയൽക്കാരാരാ, അതൊന്നും അറിയില്ല. അതൊക്കെ ഒന്ന് പരിചയപ്പെടും. ഇത് എൻ്റെ കൂടെ പഠിച്ച ആളാണ്, ഇതെന്റെ കളിക്കൂട്ടുകാരനാണ്, ഇതെന്റെ മൂത്താപ്പയാണ്, ഇതെന്റെ മൂത്താപ്പാന്റെ മോളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മളെ കുടുംബക്കാരെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതോടൊപ്പം പിന്നെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആ കാര്യം. സാധാരണ നമ്മൾ പോയിട്ട് വന്നിട്ട് പറയും, എന്നെ ആർക്കും അറിയില്ല നാട്ടിൽ, ഞാൻ കുറേ ആയി ഗൾഫിൽ. എങ്ങനെ അറിയാം? നാട്ടിൽ പോകും തിരിച്ചു വരും എന്നല്ലാതെ പോകുമ്പോൾ തന്നെ 100 പ്ലാനുകൾ ഉണ്ടാകും, പക്ഷെ തിരിച്ചു വന്നിട്ട് പറയും ഒന്നും നടന്നില്ല എന്ന് പറയും അല്ലേ? അങ്ങനെയല്ല, കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അതിനിടയിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ലീവാവാം, ആ ലീവിനിടയിലും നമ്മൾ പല കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മക്കൾക്ക് നമ്മുടെ അയൽക്കാരെ പരിചയപ്പെടുത്തണം. നമ്മുടെ മഹല്ലിൽ നമ്മൾ പോകണം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. എന്നിട്ട് നമ്മൾ പറയാ, എന്നെ അവർ കൂട്ടണില്ല, എന്നെ അവർ ശ്രദ്ധിക്കണില്ല. അങ്ങനെ ശ്രദ്ധിക്കാം. അവർ വിചാരിക്കുക ഇവന് ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ ആകെ ഒരു മാസത്തിന് വന്ന് അവനാകെ തിരക്കുണ്ടാവും, പിന്നെ അവനെ വിളിച്ചാൽ അവനക്കല്ല നീ തോന്നുമോ എന്നൊക്കെ ആയിരിക്കും അവർ വിളിക്കാത്തത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ഇന്ന് വാട്സപ്പും ഗ്രൂപ്പും കാര്യങ്ങളും മഹല്ല് കൂട്ടായ്മകളൊക്കെ ഉള്ളതല്ലേ? എത്ര പേര് നിങ്ങളുടെ നാട്ടിലെ മഹല്ല് കൂട്ടായ്മകളിൽ നിങ്ങളുണ്ട്? നിങ്ങളുടെ മഹല്ലിന്റെ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടോ? സ്ത്രീകളും അവിടുത്തെ MGMന്റെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും, അവിടുത്തെ ലേഡീസ് വിങ്ങിന്റെ കൂട്ടായ്മകളുണ്ട്. അതിലൊക്കെ നമ്മളിങ്ങനെ ദിവസേന ഓരോ ദിവസം നമുക്ക് നല്ല നല്ല മെസ്സേജുകൾ കിട്ടും. നാട്ടിലൊക്കെ നല്ല ദഅ്വാ പ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അറിയും. അതിലൊക്കെ പങ്കാളികളാവാൻ നമ്മൾ ഇവിടെയാണെങ്കിലും ഇന്ന് ഒരു ലൈവായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ മഹല്ലിന്റെ ആളുകളെ കാണുമ്പോൾ അവരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം. കുടുംബക്കാരൊക്കെ കാണുമ്പോൾ, ചെറിയ മക്കളൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ചെറിയ മക്കൾ വരുമ്പോൾ പ്രവാചകൻ അങ്ങോട്ട് ഇന്ന് സലാം പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഇതേപോലെ നമ്മളിങ്ങനെ പോകുമ്പോൾ കുട്ടികളൊക്കെ കാണുമല്ലോ, അസ്സലാമു അലൈക്കും, നിന്റെ പേരെന്താ,
നീ ഈ എവിടുത്തെ നിന്റെ വാപ്പാൻ്റെ പേര്? ഇന്നാളെ മോനാ. ആ കുട്ടിക്കും ഭയങ്കര സന്തോഷം ഇല്ലേ? അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും തിരക്കുണ്ടാകും, ഒരുപാട് കാര്യങ്ങളും പ്ലാനുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അതിനിടയിലും ചെറിയ രൂപത്തിൽ നമ്മൾ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമുക്ക് സാധിക്കും. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുവെന്ന് മാത്രം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം പ്രത്യേകമായി ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, നാട്ടിൽ പോയിട്ട് ഒന്നിനും സമയം കിട്ടിയില്ല, ഉമ്മാൻ്റെ ഒപ്പമൊക്കെ കുറച്ച് നേരം ഇരിക്കണം എന്ന് വിചാരിച്ചിരുന്നു, അതുപോലും കഴിഞ്ഞില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പഠിച്ചോലെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഒന്ന് കൈ പിടിച്ചോ. ചെന്നപ്പോൾ ഉമ്മാക്കൊന്ന് ഷെയ്ക്കൻ്റെ കൊടുത്ത് തിരിച്ച് ഒന്ന് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ആ കൈമൊന്നും തലോടി ഒന്ന് നെറുകയിൽ ഒരു ഉമ്മ വെച്ച് എന്താ ഉമ്മ വിശേഷങ്ങളെ ഒന്ന് നമ്മൾ ചോദിച്ചോ. പല ആളുകൾക്ക് അതിന് സമയം കിട്ടുക. നമ്മൾ ഉമ്മാനെ ദേശീയമായിട്ടോ പണക്കിട്ടോ അവഗണിച്ചിട്ടോ ഒന്നല്ല കേട്ടോ. പക്ഷെ എന്നാൽ പോലും നമ്മുടെ തിരക്കിനിടയിൽ ഭയങ്കര പണിയാണ്. വീട്ടിൽ ചെന്ന് മതിലിൻ്റെ പണി, വീടിൻ്റെ പണി, അപ്പുറത്തെ കാർ പോർച്ചിൻ്റെ പണി, വേറെ പണി, അങ്ങനെ കുറേ പണി. അതിനിടയിൽ ഉമ്മാനെ നോക്കാൻ സമയം കിട്ടിയില്ല. ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ അടുത്തൊന്ന് കുറച്ച് നേരം വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലേ? അപ്പോൾ ഒന്നിരിക്കുക, അവരോട് രണ്ട് വാക്ക് സംസാരിക്കുക. വാപ്പ ഉണ്ടെങ്കിൽ വാപ്പാടെ അടുത്തിരിക്കുക. അതേപോലെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പുറത്തൊക്കെ പോകും. നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് കുടുംബക്കാരെ ബന്ധുക്കളെ ചിലപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ പോരാൻ പറ്റുന്ന ഉമ്മയാണെങ്കിൽ കൂടെ കൊണ്ടുപോവാം. ഇനി പറ്റൂല നമ്മോട് ചോദിക്കുകയും ചെയ്യാം, എന്നാൽ പോരണോ, ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുമോ, യാത്ര പ്രശ്നമാണോ? ഏറ്റവും ചുരുങ്ങിയത് നേരത്തെ തന്നെ അനുവാദമെങ്കിലും വാങ്ങിയിരിക്കണം. നമ്മൾ ഇവിടെ ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. വാതിലങ്ങോട്ട് പൂട്ടി പോടി എന്ന് പറഞ്ഞാൽ പോടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എല്ലാവർക്കും കൊണ്ട് ഇറങ്ങി പോവാം. പക്ഷെ അവിടെ നമ്മൾ ഉമ്മയും വാപ്പൊക്കെ നമ്മളെ വീട്ടിലെങ്കിൽ ആ ഉമ്മോടും വാപ്പോടും നേരത്തെ അനുവാദം പറയണം. പോകാൻ സമയത്ത് ഉമ്മ ഞങ്ങൾ പോയിട്ട് വരാമെന്നല്ല, തലേ ദിവസം പറയണം. ഒരുങ്ങുമ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, നമ്മൾ ഒരുങ്ങി ഇങ്ങനെ പുറത്തേക്ക് എവിടെയൊക്കെ പോണ്, ഞങ്ങൾ ഇങ്ങനെ മൂന്നാറിൽ പോയിട്ടൊന്ന് വരാം, അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ട് വരാം, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് വരാം. അങ്ങനല്ല, പോകാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഉമ്മാനോടോ ഉപ്പാനോടൊക്കെ ഉണ്ടെങ്കിൽ പ്രായവരുണ്ടെങ്കിൽ അവരോട് നാളെ ഞങ്ങൾ പോകുന്നുണ്ടോ, പിന്നെ ഉമ്മ പോരുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ, ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം ഒന്ന് പരിഗണിക്കണം. കാരണം അത് നഷ്ടപ്പെട്ടാൽ, ഉമ്മയോ ഉപ്പയോ നഷ്ടപ്പെട്ടാൽ അപ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെയും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ യാത്രകളും നമ്മുടെ ലക്ഷ്യങ്ങളുമൊക്കെ എളുപ്പമാക്കി പൂർത്തീകരിക്കാനൊക്കെ ഉള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ അള്ളാഹു അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.